ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു. ഇന്നൊരു വീക്കെൻഡ് നമ്മൾ ഫുജേറയിലേക്ക് പോവാണ്. ഫുജേറയിലേക്ക് ചുമ്മാ കറങ്ങാൻ വേണ്ടി മാത്രം പോകുന്നതല്ല കേട്ടോ. എൻ്റെ കസിനും അമ്മായിയും ഒക്കെ ഫുജേറയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ അമ്മയും കൂടെ വന്നപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാനായിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് അവർ താമസിക്കുന്ന ഫുജേറയിൽ ആ സ്ഥലത്തേക്ക് ഒരു 1 ഹവറിൻ്റെ ട്രാവലാണുള്ളത്. ഒരു 110 കിലോമീറ്റേഴ്സൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ പോകുന്ന വഴി അങ്ങനെ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല. ഇതുപോലെയുള്ള കുറേ മലയും കുന്നൊക്കെ കാണാം. നല്ല രസമാണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ. അവർ ഫുജേറയിൽ വില്ലയിലാണ് കേട്ടോ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാടിൻ്റെ ഒരു പ്രതീതിയാണ്. കുറേ മുറ്റമൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എപ്പോൾ പോകുമ്പോഴും ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അമ്മായി പാക്ക് ചെയ്ത് തന്നു വിടും. അപ്പോൾ ഇപ്രാവശ്യം കുറേ മുരിങ്ങയിലയും മുരിങ്ങക്കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെയുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ അവിടെ എത്തിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയി വീടിനകത്തൊക്കെ ഉള്ളത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ നിന്നത് കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങക്കായൊക്കെ ഉള്ളിലാണ് കുറച്ചുകൂടി നന്നായി ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ അത് പൊട്ടിക്കാനുള്ള പ്ലക്കറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല, ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാട് പിടിച്ച് നിൽക്കുകയായിരുന്നു, കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവസാനം നമ്മുടെ ഒരു കസിൻ അവിടെ മുകളിൽ കയറി പൊട്ടിക്കുകയാണ് ചെയ്തത്. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ ആദ്യത്തെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കസിൻസ് ആയിരിക്കും അല്ലേ? അതുപോലെയുള്ള എൻ്റെ ആദ്യത്തെ ഫ്രണ്ട്സാണ് കേട്ടോ ഇവരൊക്കെ. നമ്മൾ കുറേ കസിൻസ് ഉണ്ട്. അതിൽ 2 സിസ്റ്റേഴ്സാണ് കേട്ടോ ഇവർ. ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് കളിച്ച് വന്നിട്ടുള്ള 2 പേരെന്ന് പറയാം. കല്യാണം കഴിഞ്ഞിട്ടായാലും ഞങ്ങൾക്ക് 3 പേർക്കും അധികം മിസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും UAE തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ പോയി കാണുകയൊക്കെ ചെയ്യും. ഞങ്ങളുടെ മക്കളെല്ലാവരും ഇതുപോലെ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവർക്കും ഇതുപോലെ ഇടയ്ക്ക് കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് അങ്ങനെ വിട്ടു നിൽക്കുന്ന വലിയൊരു ഫീലിംഗ് ഒന്നും ഒരുപാട് ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെയുള്ള മുരിങ്ങക്കോലും മുരിങ്ങ ഇലയൊക്കെ കുറേ പൊട്ടിച്ചു. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇനി ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയായിരിക്കും കറി. അങ്ങനെ കുറേ സമയമൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞില്ല, നാടിൻ്റെ ഒരു പ്രതീതിയാണ്. കുറേ സ്ഥലമുണ്ട്, കുട്ടികൾക്കായാലും കളിക്കാനും കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അവരൊക്കെ സൈക്കിളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി നടക്കുകയും ഞങ്ങളിതുപോലെ കുറേ നേരം നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പുറത്തൊക്കെ ചുമ്മാ ചെറിയ കടകളൊക്കെ ഉണ്ട് അടുത്ത്. അപ്പോൾ അവിടെയൊക്കെ പോയി. ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അവിടെ നടക്കാൻ. വലിയ അങ്ങനെ വണ്ടികളും തിരക്കൊന്നുമില്ല. ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ദുബായിൽ നിന്ന് നേരെ ഫുജേറയിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. നമ്മൾ ദുബായിൽ ഭയങ്കര ഒരു ബിസി ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് ഭയങ്കര കാമായിട്ടുള്ള സ്ഥലത്തെത്തിയ പോലെയാണ് കേട്ടോ. നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി. അപ്പോൾ ആദ്യം തന്നെ അവിടെ അടുത്ത ഒരു ഫിഷ് മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞു. ഫിഷ് മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ ദുബായിൽ ഫിഷ് മാർക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ കാര്യം പറയാനുള്ളത് തീരെ തിരക്കില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അത്ര വലിയ ഫിഷ് മാർക്കറ്റല്ല ദുബായിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, പക്ഷേ എന്നാലും ഒട്ടും തിരക്കില്ല. പിന്നെ ഈ ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഷോപ്പിൽ പോയാലും ഫിഷിനൊക്കെ സെയിം പ്രൈസ് ആയിരിക്കും. നമ്മൾ ദുബായിൽ സാധാരണ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെയല്ലേ ഫിഷ് വാങ്ങിക്കുക. ഇവിടെ അങ്ങനെ പറ്റില്ല, എല്ലാ ഷോപ്പിലും ഒരേ വിലയായിരിക്കും കേട്ടോ. ഫിഷ് മാർക്കറ്റ് മാത്രമല്ല, അവിടെ വെജിറ്റബിളും അതുപോലെ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ സെക്ഷൻ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫിഷ് ഗ്രില്ല് ചെയ്ത് നമുക്ക് തരുകയും ചെയ്യും. ഫിഷ് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഫിഷൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്രില്ല് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ അത് വരാൻ കുറച്ച് അധികം സമയം എടുത്തു. അതാണ് ഇവിടെ കുപ്പിയിട്ടിട്ടുള്ളൊരു കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ കളിയൊക്കെ ഒരുവിധം ആയപ്പോഴേക്കും നമ്മുടെ ഫിഷൊക്കെ വന്നു. കുറച്ചേ നമ്മൾ ഓർഡർ ചെയ്തുള്ളൂ, കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അവിടെ നിന്ന്. എന്നാലും ഇതുപോലെ 2 ഫിഷും കുറച്ച് വെജിറ്റബിൾ സാലഡും പിന്നെ പ്രോൺസിൻ്റെ ഫ്രൈയും, കുട്ടികൾക്ക് ബിരിയാണി റൈസും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ ചുമ്മാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മളത് ഓർഡർ ചെയ്തപ്പോൾ അവരത് ഗ്രില്ല് ചെയ്ത് തന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് അധികം സമയം എടുത്തു കേട്ടോ. ഓൾമോസ്റ്റ് 2 മണിക്കൂർ നമുക്ക് അതിൻ്റെ അകത്ത് പോയി. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കോർഫക്കാനിലേക്ക് വന്നു. കോർഫക്കാൻ ശരിക്കും ഷാർജ എമിറേറ്റിലാണ് കേട്ടോ, ഫുജേറ എമിറേറ്റിലല്ല. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അവിടെ അൽ റഫീസ ഡാം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ ഈ ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അത് വലിയൊരു ഏരിയ ആണ് കേട്ടോ. കുറേ പാർക്കും ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ രാവിലെയൊക്കെ വരുവാണെങ്കിൽ അവിടെ ബോട്ടിങ്ങും അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഭയങ്കര തിരക്ക് കുറവുമാണ്. ലൈറ്റ് ഫെസ്റ്റിവൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു കുന്നിൻ്റെ മുകളിലേക്ക്, ഒരു പാറയുടെ മുകളിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് അതിന്മേൽ കുറേ പരിപാടികളൊക്കെ കാണിക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു 10 മിനിറ്റ്സിലാണ് അത് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ പ്രാവശ്യം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വീക്കെൻഡ്സൊക്കെ രാത്രി 12 മണി വരെയൊക്കെ ഈ ഒരു ഷോ ഉണ്ട്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഭയങ്കര തിരക്ക് കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുബായിലൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ഭയങ്കര റഷായിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ എവിടെയെങ്കിലും ഇത്തിരി ഇങ്ങനെ കാമായിട്ട് അല്ലെങ്കിൽ കുറച്ച് തിരക്ക് കുറവുള്ളൊരു സ്ഥലമൊക്കെ നോക്കുമ്പോൾ ദുബായിൽ സത്യത്തിൽ അങ്ങനെ നമ്മൾ കാണാറില്ല. പക്ഷേ ഫുജേറയിൽ പോയപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഭയങ്കര തിരക്ക് കുറവാണ് കേട്ടോ. ആൾക്കാരില്ല എന്നല്ല, പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മൾ ദുബായിനെ വെച്ച് നോക്കുമ്പോൾ നല്ല തിരക്ക് കുറവാണ്.
അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ദുബായിലേക്ക് തന്നെ രാത്രി ഒരു 12 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. ഈ ഒരു അൽറഫീസ ഡാമിൽ നിങ്ങൾ വരാത്തവരാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് വരുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ പാർക്കും അതുപോലെ ബോട്ടിങ്ങും അങ്ങനെ കുറേ പരിപാടികളുണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഷീസ് പാർക്ക്, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ കാണാത്തവരാണെങ്കിൽ ഈ ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ ഇനി ഫെബ്രുവരി ലാസ്റ്റ് വരെയൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതും വന്ന് വിസിറ്റ് ചെയ്യുക, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ വരാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫെസ്റ്റിവൽ നമ്മുടെ ഈ വീഡിയോ കൂടെ കണ്ടോളൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.